ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ അപ്പീൽ കേസിൽ ഇന്ന് വാദം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പ്രതീക്ഷ പോലെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. എങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഹൈറിച്ച് അടിമകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാങ്കുകൾ ഇത്രയും 4-5 ബാങ്കുകളാണ് ഈ 212 കോടി രൂപ കൈക്കലാക്കി വെച്ചിരുന്നത്. ആ ബാങ്കുകൾ ഒരിക്കലും അവരുടെ ഒരു രൂപ വിട്ടുകൊടുക്കില്ല. അവർ ഫൈറ്റ് ചെയ്യും. കോടതിയിൽ പോയാൽ അവർ കോടതിയിലും ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഇവർക്കൊക്കെ അപ്ഡേഷൻ നൽകുന്ന യൂട്യൂബുകാരനും ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് 100 കോടിയോ 50 കോടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് പൂട്ടിപ്പോവും, അതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാധ്യമാണ്, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടുമെന്നാണ് ജഡ്ജി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കള്ളപ്പണം സൂക്ഷിച്ചിരുന്ന ബാങ്കുകൾ, ഭീമമായ പണം സൂക്ഷിച്ച HDFC ബാങ്ക് ആ ഓർഡർ അനുസരിച്ചിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ഇടയ്ക്കായിരുന്നു 165 കോടിയോളം രൂപ ഇവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവരൊക്കെ പണം കൈമാറിയിട്ടുണ്ട്. അതിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ പണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കാര്യം ഞാനിനി നിങ്ങളുടെ 7-8 ആണ് ഈ കമ്പനി ഇട്ടിരുന്നത്. അങ്ങനെയാണ് കേസ് ഈ 1 വർഷം നീട്ടിയിരുന്നത്. ഒരു പ്രാവശ്യം അത് കാറ് വേണമെന്നാണെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം ചികിത്സയ്ക്ക് പൈസ വേണമെന്നാണ്, പിന്നെ അസറ്റും ലയബിലിറ്റിയും തീരുമാനിക്കണം, ബാങ്കുകളെ പണം മാറ്റണം, അങ്ങനെ പലതും പറഞ്ഞ് 1 വർഷം ഓരോ പ്രാവശ്യം പോകുമ്പോഴും 1-2 ഐഎകൾ ഇട്ടിട്ടാണ് പിന്നെ അതിൽ വാദിച്ച് അതിൻ്റെ തീരുമാനം ആക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കില്ല, നമുക്ക് മെറിറ്റ് വാദിക്കാം എന്ന് ജഡ്ജി ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ പിന്നെ അങ്ങനെ ഒരു പറഞ്ഞതിനെ കുറച്ചും കൂടി പുകഴ്ത്തിക്കൊണ്ട്, ജഡ്ജിയെ പുകഴ്ത്താൻ ഇവരുടെ വിമാനത്തിൽ നിന്ന് വരുന്ന വക്കീൽ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പറയാതെ തന്നെ ഞാനതൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനത് ഇനി മെറിറ്റ് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് നിക്ഷേപകർ ഇപ്പോൾ കക്ഷി ചേരുന്നുണ്ട്. അപ്പോൾ അവരോടും പറഞ്ഞത്, എല്ലാവരും തന്നെ കക്ഷി ചേരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും തന്നെ കാര്യം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ കൊടുക്കും, നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അതിൻ്റെ ഫലം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിക്ഷേപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിയുള്ളവർ എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. രണ്ടാമതായി ED കക്ഷി ചേർക്കാൻ വേണ്ടി കോടതി തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. 2-3 സിറ്റിങ്ങിന് മുമ്പേ തന്നെ തട്ടിപ്പ് കമ്പനിയോട് പറഞ്ഞതാണ് ED കക്ഷി ചേർക്കണമെന്ന്. പക്ഷെങ്കിൽ അവർ അത് കക്ഷി ചേർത്തിട്ടില്ല. അപ്പോൾ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ സമയത്ത് അതിൻ്റെ ആവശ്യമില്ല, വേണ്ട അയ്യോ ചെയ്യരുത് എന്നൊക്കെയാണ് ഹൈറിച്ചിന് വേണ്ടി ഹാജരായ വക്കീലന്മാർ അവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ഒന്നും ഒളിക്കാനില്ല എന്നും, നമ്മൾ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും ജഡ്ജ് പറയുകയുണ്ടായി. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ED കൂടി ഇതിലേക്ക് വരികയാണ്. അതോടുകൂടി ഇവരുടെ കള്ളത്തരങ്ങൾ, ഇവർ പറയുന്ന ആമസോൺ പോലെയാണ്, ഫ്ലിപ്കാർട്ട് പോലെയാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഒളിച്ചെടുക്കാൻ ED കൂടി അതിൽ സഹായകമാകും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ മറ്റ് വാദങ്ങൾ, ഒരു സ്ഥലത്ത് പറഞ്ഞത് മറ്റൊരു കോടതിയിൽ ഇവർക്ക് വിനയായി വരുന്ന കാര്യങ്ങളാണ്.
ഇവർ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നും 10,000-ൻ്റെ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരു സുപ്രീം കോടതിയിൽ പോയി സമ്മതിച്ച കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ സമ്മതിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ അവസാനത്ത് നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ ഫണ്ടിന് വേണ്ടി ചോദിച്ച സമയത്ത് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയിരിക്കും എന്നുള്ളൊരു വാക്ക്, നിങ്ങൾ പണം ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും എന്നുള്ള വാക്കാണ് കോടതി ഇന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ സൊസൈറ്റിക്കാർ മെല്ലെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് തൊഴിലും വരുമാനവും വേണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി ഞങ്ങളൊക്കെ പെട്ടുപോയതാണ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പണം മതി എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ എല്ലാവർക്കും കൊടുക്കാൻ ഒരു 16,000 ആൾക്കാർക്ക്, 16 ലക്ഷം പോയിട്ട് 16,000-ഓ 1,000 പേർക്കോ കൊടുക്കാനുള്ള പണം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് അറിഞ്ഞത് പുതിയ ആൾക്കാരും FIRും ക്ലെയിം പെറ്റീഷനും ഒക്കെ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി എന്നോട് ഒരു 5 ലക്ഷം വയനാട് നിന്നുള്ള 5 ലക്ഷം നിക്ഷേപിച്ച ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ചേർത്തലയിൽ OTT എടുത്ത ആൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇത് അധികം ശ്രദ്ധിക്കാറില്ല, എന്നാലും നമ്മളോട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. FIR ഇട്ടവർക്ക് മാത്രമേ പണം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി ക്ലെയിമുകളെ ഇവരെ ഇതുപോലെ വലിച്ചു നീട്ടാനോ എതിർക്കാനോ സാധ്യതയുണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആകെ തടസ്സം ഉള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ 2 കോടി സംതിങ് മാത്രമാണ് ആ കമ്പനിക്ക് നിക്ഷേപമായിട്ട് ഉള്ളത്. ആ ഒരു 2 കോടി കൂടി വരുന്നതോടുകൂടി മേജർ എമൗണ്ടുകൾ എല്ലാം തന്നെ ഇവരുടെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വെറും 3 മാസത്തിനുള്ളിൽ മാക്സിമം 3 മാസത്തിനുള്ളിൽ ഇത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. വെറും 3 മാസത്തേക്ക് അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിക്ഷേപകർക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റോ മറ്റോ എടുത്ത് അതിൽ ഇവരുടെ രേഖകൾ പരിശോധിച്ച് FIR ഇവരുടെ ബാങ്കിലിട്ട റെസീറ്റ്, ബാങ്കിലിട്ടതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, കമ്പനി നൽകിയ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ പരിശോധിച്ചതിന് ശേഷം നിക്ഷേപകർക്ക് പണം ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് കോടതിയിലടക്കം ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ പണം തിരിച്ച് കിട്ടിയിരിക്കും. അത് നമ്മുടെയൊന്നും ഒരു വാക്കല്ല, അത് ജഡ്ജിൻ്റെ വാക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും പണം വേണമെങ്കിൽ പരാതി നൽകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പരാതി നൽകണമെന്ന് ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. കമ്പനിയെ താങ്ങി നടക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും പണം കിട്ടരുത് എന്ന് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അവസാനവും പറയാനുള്ളത്. ഇത് ഈ ജീവിതത്തിലുള്ളൊരു പാഠമായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു മണി ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഭയക്കണം എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ ഭീമമായ ലാഭം ലഭിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അയ്യോ എനിക്ക് പണ്ട് ഹൈറിച്ചിൽ പണം പോയതാണ്, ഇതും അതുപോലെ നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നാണ് പറയാനുള്ളത്.